നമ്മൾ ഏത് സിനിമയ്ക്ക് അടി പോണേ? ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. 3 ക്യാരക്ടേഴ്സ്, 3 പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പഠിക്കാൻ പറ്റില്ല. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഖം മൂടി അഴിച്ച് CID ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. Hey, I've seen this one. This is a classic. പങ്കാളി നമ്മുടെ ചോരയാണ്. നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. ചിരിക്കരുതേ. From now on, my father won't be available. Next, അടുത്ത ആള് വാ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? ഇതെന്തു പറ്റിയടാ? അതൊരു ടൈഗർ വണ്ണില് സൽമാൻ ഖാനെ പിടിച്ച്. ഇത് ടൈഗർ പാമ്പിട്ട ചൊക്ലിക്കാൻ. ഇത് തീർന്നില്ലേ? Actually, how many mummies and daddies do you have? I want the complete list before sunrise. പിന്നെ കഥ എന്ന് പറയുകയാണെങ്കിൽ പഴയ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ATS ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അതിലെ ചില കോമാളികൾ. ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അവർക്കറിയാം. ഈ കോമാളി കൂട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത്, അജ്മൽ, അമീർ, ഡാൻസർ പ്രഭുദേവ. സർ, യവമാർക്കൊരു നേതാവും കൂടെ ഉണ്ട്. എവിടെയാ വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ഈ സ്ഥിരം കോൺസെപ്റ്റ് ഇല്ലാത്ത ലൊക്കേഷനിലല്ലോ. ആദ്യം തന്നെ ഒരു ട്രെയിന് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇനി ഞങ്ങൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും വേണം. കാറ്, വെടിയുണ്ടകൾ, നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള വയർലെസ് സൗകര്യം, പിന്നെ എത്രയും പെട്ടെന്ന് ഒരു 10,000 രൂപ. അവരെത്തിക്കഴിഞ്ഞു. ആരെ? അറബി വേഷക്കാർ, CIDകൾ. എവിടെ? തേങ്ങ അടിക്കണം എന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മനുഷ്യനൊന്നും അല്ലല്ലോ, പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ. എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ? എന്തൊക്കെയായി കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സോങ്, ഒരു 10-15 സോങ്സും ഒരു 10-15 ഡാൻസും കുത്തിക്കേറ്റിക്കൊള്ളു. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. ഈ കോമാളി കൂട്ടങ്ങൾക്ക് പറ്റിയ പാട്ട്. സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതിനപ്പുറം പറയും. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. പിന്നെ വിജയ അണ്ണയുടെ കോമഡീസാണ്. மருதமலை மாமணியே முருகையா. நான் வாய்வுன்னு சொன்ன காதுல வாயிலன்னு கேட்டிருக்கேன். எமோஷனலா நீ ஏன் ட்ரை பண்ற? அதான் உனக்கெல்லாம் வராதுல்ல. എന്ത് കോമഡി ഇത്? എന്ത് കോമഡി അത്? അവള് ചിരിച്ചല്ല, ചിരിച്ച് കളിയാക്കി ചിരിച്ചാണോ? മൊത്തത്തിൽ കുറെ കോമഡി തരം കാണിച്ച ആ കഥാപാത്രം പരിപാടി നിർത്തി. പിന്നെ സിനിമ അവിടെ മുതൽ അങ്ങോട്ട് കഴിയും വരെ ഈ DAGing വിജയുടെ കോമാളി തരം. കോമാളിത്തരം കാണിക്കാൻ ഇവനെ കഴിഞ്ഞേ ഉള്ളൂ. ക്ലൈമാക്സിലോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കേമോ എന്ന് പറഞ്ഞാ പോരാ, തോൽവിയുടെ പടുകുഴി. എന്തൊക്കെയായിരുന്നു? ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. கண்டிப்பா சுவாரஸ்யமா இருக்கும்ன்ற ஒரு நம்பிக்கை இருக்கு. படம் பாத்தீங்கன்னா ஒண்ணுமே முடிஞ்சிருச்சா படம்? அவ்வளோ ஃபாஸ்ட் பேஸ்டு படம். அந்த சீன்ல நான் சொல்ற ஒரு டயலாக் அது கட் பண்ணாம வந்ததுன்னா தியேட்டர் அதிரும் கிளாப்ஸ்ல. நெருப்பு மாதிரி பத்தினி எரிஞ்சுக்கிட்டு அப்படி பிச்சை நெருக்கும். தளபதி வேற லெவல் பண்ணிருக்காங்க. ஃபர்ஸ்ட் 1000 crores அடிக்கிற படமா தமிழ் படமா இருக்குமா கோட்? ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി കേട്ടോ.
കൂറ്റ മുട്ടനാടാ ഹിമാലയ മുട്ടനാടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏപ്പരാച്ചിനാണോ തന്നേക്കുന്നത്? ഇതിന് നമ്മൾ ഇനി എന്നാ ചെയ്യണ്ടേ? ഇനിയിപ്പോ ഏതായാലും ഇവിടെ വച്ചേക്കണ്ട, നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോവാം. നീ ഒരു ചാക്കെടുത്തോണ്ട് വന്നേ. പോയിട്ട് വരട്ടെ.